Hi friends, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്ററായ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. Industrial revolution and green revolution have brought about major changes in human history. These changes can be seen as a step from traditional way of life to a modern lifestyle. അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും അതേപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷനൊക്കെ പല ചേഞ്ചസും നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രഡീഷണൽ വേന്ന് മോഡേൺ ലൈഫ് സ്റ്റൈലിലേക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടും അത് കുറെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പാഡി ഫീൽഡ്സിൽ വർക്ക് ചെയ്യണതാണ് ഈ പിക്ചർ. പണ്ട് കാലങ്ങളിൽ നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിലും കുറെ കാണാൻ പറ്റുമായിരുന്നു പാഡി ഫീൽഡ്സ് ഒക്കെ. ഇപ്പൊ അതൊക്കെ വളരെ കുറവാണ് അല്ലെ. അഗ്രികൾച്ചർ ഈസ് സംതിങ് ദാറ്റ് മാൻ ഹാസ് ലേൺ ഫ്രം നേച്ചർ. Ours is a land of agriculture abundance. The country has been able to achieve self-sufficiency in food through improved farming methods. അപ്പൊ ഫാമിംഗ് മെത്തേഡ്സ് ഇംപ്രൂവ് ചെയ്യണ വഴിയാണ് ഒരു കൺട്രി, അതായത് നമ്മുടെ കൺട്രി ആണെങ്കിലും സെൽഫ് സഫിഷ്യൻസി അക്യൂർ ചെയ്യണത്. അപ്പൊ കെമിസ്ട്രിയിൽ അതിലൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. ഇംപ്രൂവ്ഡ് ഫാമിംഗ് ടെക്നിക്സ് ഇതാക്കണമെങ്കിലും നമ്മളിപ്പോ കേട്ടിട്ടുണ്ട് ഫെർട്ടിലൈസേഴ്സ്, ബയോ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും എല്ലാം കെമിസ്ട്രി വഴിയാണ് അതൊക്കെ പ്രിപ്പയർ ചെയ്യണത്. അപ്പൊ നമുക്ക് നോക്കാം. You know that fertilizers are necessary for the proper growth and better yield of agriculture crops. അല്ലെ, നമ്മൊരു അഗ്രികൾച്ചർ ക്രോപ്സ് ഇവിടെ കൃഷി ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും, ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും, അതേപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നോക്കാം. വാട്ട് ആർ ദ എലമെന്റ്സ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്? നമ്മ പണ്ട് മുതലേ പഠിക്കേണ്ടത് നൈട്രജൻ ഇസ് എ എസെൻഷ്യൽ എലമെന്റ് അല്ലെ. നൈട്രജൻ ഒരു എസെൻഷ്യൽ എലമെന്റ് ആണ്. നൈട്രജൻ, പിന്നെ വേറെ ഏതാണ്? പൊട്ടാസ്യം. ഇതെല്ലാം എന്താണ്? എസെൻഷ്യൽ എലമെന്റ്സ് ആണ്. On the basis of examining the presence of acids, bases and salts in the soil, necessary remedial measures are taken before cultivation. നമ്മൊരു ക്രോപ്പ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ പോണേ, ഒരു സോയിലിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പോണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ആദ്യം സോയിൽ ടെസ്റ്റ് ചെയ്യും. അതിലുള്ള ബേസിക്കിന്റെ എമൗണ്ട്, അതായത് ആൽക്കലി പ്രസൻസ് കൂടുതലാണോ ആസിഡിക് പ്രസൻസ് ആണോ കൂടുതലാ, അത് അനലൈസ് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്തിട്ടാണ് നമ്മ ഒരു ക്രോപ്പ് എന്ത് ചെയ്യണത് അവിടെ കൾട്ടിവേറ്റ് ചെയ്യണത്. This helps agriculture crops to grow well and give maximum yield. Let us get familiar with the industrial production of some chemicals that are important in agriculture and industrial fields and the characteristics of fertilizers, acids and bases. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ അതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണത്, അതിന്റെ യൂസസ്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതില് ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ അമോണിയ. അമോണിയ ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അമോണിയ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത് നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ നൈട്രജൻ ഇസ് ആൻ എസെൻഷ്യൽ എലമെന്റ് പ്ലാന്റ് ഗ്രോത്തിന്. അപ്പൊ ഫെർട്ടിലൈസേഴ്സിൽ തന്നെ നൈട്രജൻ കണ്ടന്റ് അബണ്ടന്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമോണിയ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പൊ അമോണിയന്റെ പ്രിപ്പറേഷൻ, അതിന്റെ യൂസസ്, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. Let us do an experiment to prepare ammonia. അപ്പൊ രണ്ട് ടൈപ്പ് അമോണിയ പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ലബോറട്ടറി പ്രിപ്പറേഷൻ, നെക്സ്റ്റ് വൺ ആണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്. അതിനെന്തൊക്കെയാണ് ആവശ്യം? ഫസ്റ്റ് അമോണിയം ക്ലോറൈഡ്. നമ്മൊരു വാച്ച് ഗ്ലാസ്സിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അമോണിയം ക്ലോറൈഡ്, അതിൻ്റെ അകത്തേക്ക് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. അപ്പോൾ വാച്ച് ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് അമോണിയം ക്ലോറൈഡ്, ദെൻ അതിലേക്ക് എന്ത് ആഡ് ചെയ്യും? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. ഒരു ഗ്ലാസ് റോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് എന്ത് ചെയ്യും? സ്റ്റിർ ചെയ്യും നല്ലോണം. അപ്പൊ നമുക്ക് അവിടെ ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യാനായിട്ട് അനുഭവപ്പെടും. അതായത് അതൊരു കളർലെസ് ഗ്യാസ് ആയിരിക്കും, പക്ഷെ അതിന് നല്ല സ്മെൽ ഉണ്ടാകും. അതാണ് അമോണിയ. അമോണിയ ആയിരിക്കും അവിടെ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പൊ നമുക്ക് നോക്കാം, കളർ ഉണ്ടാകുമോ ആ ഗ്യാസിന്? നോ, ആ ഗ്യാസിന് കളർ ഉണ്ടാകൂല. ഓഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മെല്ല് എന്തായിരിക്കും? പഞ്ചന്റ് സ്മെല്ലിംഗ് ആയിരിക്കും. അപ്പൊ അമോണിയന്റെ പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലായി. പഞ്ചന്റ് സ്മെല്ലിംഗ് കളർലെസ് ഗ്യാസ് ആണ് എന്ത്? അമോണിയ എന്ന് പറയണത്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബ്ലൂവും റെഡ് ലിറ്റ്മസ് പേപ്പേഴ്സും എന്ത് ചെയ്യും? ഈ വാച്ച് ഗ്ലാസിന്റെ മുകളിൽ കാണിക്കും. നമുക്കറിയാം ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ അത് എന്താകും? റെഡ് ആകും. എന്തിന്റെ കേസില്? ആസിഡിന്റെ കേസില്. ഇനി ബേസ് ആണെങ്കിലോ
റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആകും അല്ലെ. അപ്പൊ ഇവിടെ നമ്മ മോയിസ്റ്റ് ലിറ്റ്മസ് പേപ്പർ ഫസ്റ്റ് നമ്മ ബ്ലൂ കാണിക്കും, നെക്സ്റ്റ് നമ്മ റെഡ് കാണിക്കും. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ചേഞ്ച് ഇതായിരിക്കും. അതായത് റെഡ് ലിറ്റ്മസ് എന്ത് ചെയ്യും, ബ്ലൂ കളർ ആകും. റെഡ് ലിറ്റ്മസ് പേപ്പർ ചേഞ്ചസ് ടു ബ്ലൂ. ആ ചേഞ്ച് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ വാട്ട് പ്രോപ്പർട്ടി ഓഫ് ദ ഗ്യാസ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ ലിറ്റ്മസ് പേപ്പർ. അപ്പൊ ആ ഗ്യാസിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും ബേസിക് ആയിരിക്കും. നമ്മൾ പറഞ്ഞ് റെഡ് ടു ബ്ലൂ ആണെങ്കിൽ അത് എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. അപ്പൊ അമോണിയന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പറഞ്ഞ് കളർലെസ് ഗ്യാസ് ആണ് വിത്ത് എ പഞ്ചന്റ് സ്മെൽ ആൻഡ് ഇറ്റ് ഹാസ് എ ബേസിക് നേച്ചർ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെന്റിന്റെ ഇക്വേഷൻ ആണിത്. ഫസ്റ്റ് വൺ അമോണിയം ക്ലോറൈഡ് ആണ് നമ്മൾ എടുത്തത്. പിന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണത് എന്തൊക്കെ, അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും, വാട്ടർ, ദെൻ ഓൾസോ കാൽഷ്യം ക്ലോറൈഡും അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടുത്തെ കാൽഷ്യവും ഈ ക്ലോറിനും കൂടി. ഇനി ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണത് അമോണിയ, വാട്ടർ, കാൽഷ്യം ക്ലോറൈഡ്, ഇത് മൂന്നുമാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണത്. ഇനി അതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഈ കാണിച്ചേക്കണത്. ഇവിടെ അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഒരു ടെസ്റ്റ് ട്യൂബ് വെർട്ടിക്കലി പ്ലേസ് ചെയ്തിട്ട് അതിന്റെ അകത്ത് ഇട്ടേക്കണേന്, കോർക്ക് വെച്ച് അത് ക്ലോസ് ചെയ്തേക്കണേ. കോർക്ക് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്, ഹീറ്റ് ആണ്. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു ട്യൂബ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡ്രൈയിങ് ടവറിലേക്കാണ് പാസ് ചെയ്യണത്. എന്തിനായിരിക്കും അവിടെ ഒരു ഡ്രൈയിങ് ടവർ പ്ലേസ് ചെയ്തേക്കണത്? നമ്മ പറഞ്ഞു അമോണിയയും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. ഈ വാട്ടർ എന്തിന്റെ ഫോമിലായിരിക്കും ഉണ്ടാകണ, വാട്ടർ വേപ്പർ ആയിട്ടായിരിക്കും. അപ്പൊ ഈ ട്യൂബിൽ കൂടെ പാസ് ചെയ്യണ ഗ്യാസസ് എന്ന് പറയുമ്പോൾ അമോണിയം ഉണ്ടാകും, ഇൻ അഡീഷൻ ടു ദാറ്റ് വാട്ടറും ഉണ്ടാകും. അപ്പൊ വാട്ടറിനെ അവിടെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഡ്രൈയിങ് ടവർ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്താണ് കാൽഷ്യം ഓക്സൈഡ് ഉള്ളത്. ഇനി അതിൽ കൂടെ ഈ അമോണിയ ഗ്യാസ് എന്ത് ചെയ്യും, ഈ ഗ്ലാസ് ജാറിലേക്ക് പോകും. നമുക്കിവിടെ നോക്കിയാൽ കാണാം ഗ്ലാസ് ജാർ ഇൻവേർട്ടഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. നേരെ വെക്കുന്നതിന് പകരം ഇൻവേർട്ടഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? The jar used for collecting ammonia is kept inverted. Write the reason for this related to the density of ammonia. അപ്പൊ അമോണിയന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എയറിന്റെ ഡെൻസിറ്റിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മ ഗ്ലാസ് ജാർ ഇൻവേർട്ട് ചെയ്തിട്ട് അത് കളക്ട് ചെയ്യണത് അമോണിയ. ഓക്കെ, ഇനി let's carry out an experiment using ammonia gas. Collect ammonia in a round bottom flask. ഇതാണ് റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ഇതിലാണ് അമോണിയ കളക്ട് ചെയ്യണത്. Dip the jet tube in the beaker containing water mixed with phenolphthalein. അപ്പൊ നമുക്കറിയാം ഫിനോഫ്തലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ യൂസ് ചെയ്യണ കോമൺ ആയിട്ട് യൂസ് ചെയ്യണ ഇൻഡിക്കേറ്റർ ആണ് ഫിനോഫ്തലിൻ. ആസിഡ് അല്ലെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷനിൽ ഫിനോഫ്തലിൻ കളർലെസ് ആയിരിക്കും. ബട്ട് ഇൻ എ ബേസിക് സൊല്യൂഷനിൽ ഫിനോഫ്തലിന്റെ കളർ ഒരു പിങ്കിഷ് ആയിരിക്കും, ഒരു പിങ്ക് കളർ ആയിരിക്കും ഫിനോഫ്തലിൻ ഉണ്ടാകുക. അപ്പൊ ഈ എക്സ്പെരിമെന്റ് നോക്കണമെങ്കിൽ ഇവിടെ വാട്ടർ മിക്സ്ഡ് വിത്ത് ഫിനോഫ്തലിൻ വാട്ടറും കൂടിയുള്ള മിക്സ്ചർ ആണ് ഇവിടെ ഉള്ളത്. ആ ഒരു ജെറ്റ് ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലേക്ക് എന്ത് ചെയ്യുക, ആ വാട്ടർ കടത്തി വിടുന്നത്. ഈ ഫ്ലാസ്കിൽ എന്താ ഉള്ളത്, അമോണിയ ഉണ്ട്. ഈ വാട്ടർ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഒരു ഫൗണ്ടെയിൻ പോലെ, എന്ത്, ഒരു പിങ്ക് കളർ സൊല്യൂഷൻ നമുക്ക് കാണാം, ഒരു ഫൗണ്ടെയിൻ പോലെ. അപ്പൊ ഇതിന്റെ റീസൺ എന്തായിരിക്കും നോക്കാം നമുക്ക്. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് അബൌട്ട് ദ സോല്യൂബിലിറ്റി ഓഫ് അമോണിയ ഇൻ വാട്ടർ. അപ്പൊ വാട്ടർ അമോണിയം തമ്മിലുള്ള സോല്യൂബിലിറ്റി അല്ലെങ്കിൽ അമോണിയന്റെ സോല്യൂബിലിറ്റി വാട്ടറിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, അമോണിയ വാട്ടറിൽ സോല്യൂബിൾ ആയിട്ട് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റ് ചെയ്യണത്. നമുക്കത് ബേസിക് ആണ്, അതുകൊണ്ടാണ് പിങ്ക് കളർ ഫൗണ്ടെയിൻ ആയിട്ട് നമുക്കത് കിട്ടിയത്. ഓക്കെ, അപ്പൊ വൈ ഡസ് വാട്ടർ എൻ്ററിംഗ് ഫ്ലാസ്ക് ചേഞ്ച് ഇറ്റ്സ് കളർ? എന്തുകൊണ്ടായിരിക്കും ചേഞ്ച് ചെയ്യണത്? അവിടെ അമോണിയ വാട്ടറിൽ സോല്യൂബിൾ ആകുന്നുണ്ട്. അപ്പൊ അതെന്തായി, ഒരു ബേസിക് ആയി. അമോണിയ നമ്മൾ നേരത്തെ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. അപ്പൊ അതൊരു ബേസ് ആയി. സോ ഫിനോഫ്തലിന്റെ കളർ ചേഞ്ച് എന്താകും, പിങ്ക് കളർ ആകും അവിടെ. ഓക്കെ.
You know that phenolphthalein is an indicator which is colorless when contact with neutral or acidic substances, gives pink color with alkaline substances. Alkaline എന്ന് പറഞ്ഞാൽ ബേസിക് സബ്സ്റ്റൻസ് തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞത് ന്യൂട്രൽ ഓർ അസിഡിക് സബ്സ്റ്റൻസിൽ എന്തായിരിക്കും, കളർലെസ് ആയിരിക്കും. പക്ഷേ ഒരു ബേസിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആൽക്കലൈൻ സബ്സ്റ്റൻസിലേക്ക് വരുമ്പോൾ അതിന്റെ കളർ എന്താകും, പിങ്ക് കളറായിട്ട് ചേഞ്ച് ചെയ്യും. വിച്ച് പ്രോപ്പർട്ടി ഓഫ് അമോണിയ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ചേഞ്ച്? എന്തായിരിക്കും അതിന്റെ ബേസിക് പ്രോപ്പർട്ടി അല്ലേ? ഇനി അമോണിയം ഹൈഡ്രോക്സൈഡ് ഇസ് എ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് വെൻ അമോണിയ ഡിസോൾവ്സ് ഇൻ വാട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ് അമോണിയ എന്ത് ചെയ്യും, വാട്ടറിൽ ഹൈലി ഡിസോൾവ് ആകും, അല്ലെങ്കിൽ സോലുബിലിറ്റി അമോണിയന്റെ കൂടുതലാണ് വാട്ടറിൽ. അപ്പൊ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഫോം ചെയ്യണ സാധനം. ഫൈൻഡ് ദ കെമിക്കൽ ഫോർമുല ബൈ കംപ്ലീറ്റിംഗ് ദ കെമിക്കൽ ഇക്വേഷൻ ഗിവൺ ബിലോ. അപ്പൊ ഇത് അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH. ഇത് ഒരു ബേസിക് കമ്പോണന്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. നമ്മൾ നേരത്തെ പറഞ്ഞത് ലബോറട്ടറിയിൽ അമോണിയന്റെ പ്രിപ്പറേഷൻ ആണ്. അമോണിയം ക്ലോറൈഡും അതേപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും യൂസ് ചെയ്ത്. ഇവിടെ ഇൻഡസ്ട്രിയലി എങ്ങനെയാണ് അമോണിയ പ്രിപ്പയർ ചെയ്യണത്? ആ പ്രോസസ്സിന്റെ പേരാണ് ഹേബർ പ്രോസസ്. ഇൻ ദിസ് പ്രോസസ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ in the ratio 1:3 are made to combine at very high pressure and temperature to produce ammonia. Sponge iron is used as a catalyst. അപ്പൊ ഇവിടെ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണത്, അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണത്. ആ റേഷ്യോ ആണ് 1:3. അതായത് നൈട്രജൻ ഇസ് ടു ഹൈഡ്രജൻ റേഷ്യോ ആണ് 1:3. ഇനി സ്പോഞ്ച് അയൺ ആണ് ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണത്. നമ്മ 9th പഠിച്ചിട്ടുണ്ട് എന്താണ് കാറ്റലിസ്റ്റ്, അതിന്റെ യൂസസ് എന്താണെന്ന്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഒരു റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇവിടെ യൂസ് ചെയ്യണ കാറ്റലിസ്റ്റ് ആണ് സ്പോഞ്ച് അയൺ, അതായത് ഫൈൻലി ഡിവൈഡഡ് അയൺ. അതിനെയാണ് സ്പോഞ്ച് അയൺ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഹേബർ പ്രോസസ്സ് വഴി അമോണിയന്റെ പ്രൊഡക്ഷന്റെ ഇക്വേഷൻ ആണ് ഇത്. നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ. നമുക്കിവിടെ കാണാം ഒരു മോളിക്യൂൾ ഓഫ് നൈട്രജൻ 3 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ. അതാണ് നേരത്തെ പറഞ്ഞ 1:3 റേഷ്യോ. 2 molecules of ammonia will be obtained plus heat will also generated. Okay. Atmospheric air is a source of nitrogen. അപ്പൊ നൈട്രജന്റെ സോഴ്സ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് എയർ ആണ്. പെട്രോളിയം പ്രോഡക്ട്സ് ലൈക്ക് നാഫ്ത ആർ യൂസ്ഡ് ആസ് സോഴ്സ് ഓഫ് ഹൈഡ്രജൻ. അപ്പൊ നൈട്രജൻ നമുക്ക് ലഭിക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നും, പെട്രോളിയം പ്രൊഡക്ട്സ് ആയിട്ടുള്ള നാഫ്ത എന്നാണ് നമ്മൾ ഹൈഡ്രജൻ എന്ത് ചെയ്യണത്, ഒബ്റ്റെയിൻ ചെയ്യണത്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടണ 2 പ്രൊഡക്ട്സ് ആണ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പൊ ഈ ഹൈഡ്രജനും നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, ഈ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യാം. Ammonia produced by Haber process is liquefied under high pressure and stored as liquid ammonia. നമ്മൾ പഠിച്ചിട്ടുണ്ട് pressure is inversely proportional to volume according to Boyle's law. അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയം എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അമോണിയ ഒരു ഗ്യാസ് ആണ്. അപ്പൊ നമ്മൾ അതിലേക്ക് ഹൈ പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ ഗ്യാസിന്റെ വോളിയം എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഗ്യാസിന്റെ വോളിയം റെഡ്യൂസ് ചെയ്ത് അത് എന്ത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും, ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ അമോണിയ ഗ്യാസിൽ ഹൈ പ്രഷർ കൊടുത്ത് അത് ലിക്വിഡ് ഫോമിലേക്ക് ആക്കുന്നതിനാണ് ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. ഇങ്ങനെ ലിക്വിഡ് അമോണിയ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കണത് അമോണിയ. നെക്സ്റ്റ് വൺ ആണ് ലിക്കർ അമോണിയ. ലിക്കർ അമോണിയയും ലിക്വിഡ് അമോണിയയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ലിക്കർ അമോണിയ ഇസ് ദ കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ. അതായത് അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ടറിൽ ഡിസോൾവ് ചെയ്തത്. അപ്പൊ കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയനാണ് എന്ത് പറയാ, ലിക്കർ അമോണിയ എന്ന് പറയുന്നത്. ലിക്വിഡ് അമോണിയ എന്താണ്, അമോണിയ ഗ്യാസിൽ ഹൈ പ്രഷർ കൊടുത്തിട്ട് ലിക്വിഫൈ ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ആക്കുന്നത്, അതാണ് ലിക്വിഡ് അമോണിയ. ലിക്കർ അമോണിയ എന്ന് പറഞ്ഞാൽ അക്വസ് സൊല്യൂഷൻ ആയിരിക്കും, പക്ഷെ കുറച്ചും കൂടി എന്തായിരിക്കും, കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ആണ്. ഓക്കെ. അമോണിയ ഗ്യാസ് ക്യാൻ ബി ഈസിലി ലിക്വിഫൈഡ് ബൈ അപ്ലൈയിങ് പ്രഷർ. ലിക്വിഫൈഡ് അമോണിയ ഈസ് നോൺ ആസ് ലിക്വിഡ് അമോണിയ. ഓക്കെ, ലിക്കർ അമോണിയം ഉണ്ട്, ലിക്വിഡ് അമോണിയം ഉണ്ട്. നെക്സ്റ്റ് വൺ, യൂസസ് ഓഫ് അമോണിയ.
അമോണിയയുടെ യൂസസ് ഫസ്റ്റ് വൺ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് സച്ച് ആസ് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ് ആൻഡ് യൂറിയ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യം വെച്ചാണ് നമ്മൾ അമോണിയ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. അപ്പൊ നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമോണിയ യൂസ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് വൺ ആണ് അമോണിയം സൾഫേറ്റ്, പിന്നെ ഉള്ളതാണ് അമോണിയം ഫോസ്ഫേറ്റ് ആൻഡ് യൂറിയ. ഇവരുടെയൊക്കെ പ്രിപ്പറേഷൻ, ഇതൊക്കെ എന്താണ് ഫെർട്ടിലൈസേഴ്സ് ആണ്, ഇവരുടെയൊക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് അമോണിയ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് വൺ ആസ് റെഫ്രിജറന്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് സച്ച് ആസ് നൈലോൺ ആൻഡ് റയോൺ. നൈലോണും റയോണും ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് ആണ്. ഇവരുടെയൊക്കെ പ്രൊഡക്ഷന് അമോണിയ അത്യാവശ്യമാണ്. അതുകൊണ്ട് അതിനും എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഇൻ ദ റിഫൈനിങ് ഓഫ് പെട്രോളിയം ആസ് എ മെയിൻ റോ മെറ്റീരിയൽ ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ബൈ ഓസ്വാൾ പ്രോസസ്. അപ്പൊ നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷന് പറയുന്നതാണ് ഓസ്വാൾ പ്രോസസ്. അതിന്റെ പ്രിപ്പറേഷനും എന്തിന്റെ നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷനും എന്ത് വേണം, അമോണിയ വേണം. അപ്പൊ ഇത്രയുമാണ് അമോണിയന്റെ യൂസസ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ആണ്. ടേക്ക് സം അമോണിയം ക്ലോറൈഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ആഡ് എ ലിറ്റിൽ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. അപ്പൊ അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മ ആഡ് ചെയ്ത്, അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണത് എന്ത് ഗ്യാസ് ആയിരിക്കും? ഇവിടെ അമോണിയം ക്ലോറൈഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒബ്വിയസ്ലി അമോണിയ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യണത്. ബ്രിങ് എ മോസ്റ്റ് റെഡ് ലിറ്റ്മസ് പേപ്പർ ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. നമുക്കറിയാം റെഡ് ലിറ്റ്മസ് പേപ്പർ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ത് കളർ ചേഞ്ച് ചെയ്യും? ബ്ലൂയിലേക്ക് കളർ ചേഞ്ച് ചെയ്യും. കാരണം എന്താണ്? അമോണിയന്റെ നേച്ചർ എന്ന് പറയുന്നത് ബേസിക് നേച്ചർ ആണ്. അപ്പൊ അത് റെഡിന് ബ്ലൂയിലേക്ക് കളർ ചേഞ്ച് വരും. Heat the test tube gently, then introduce a glass rod dipped in concentrated hydrochloric acid. അപ്പൊ അവിടെ ഓൾറെഡി അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് റോഡ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യണേ. അതായത് അവിടെ HCl വന്നു. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അമോണിയം ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡെൻസ്ലി വൈറ്റ് ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അമോണിയം ക്ലോറൈഡ്. അതായത് നമ്മൾ ഗ്ലാസ് റോഡ് ഡിപ്പ് ചെയ്യണമെങ്കിൽ ഇതിന്റെ അറ്റത്തായിട്ട് ഒരു വൈറ്റ് ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ അമോണിയം ക്ലോറൈഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഒബ്സർവ് ദ എക്സ്പെരിമെന്റ് വെൽ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഫസ്റ്റ് വൺ, കളർ ഓഫ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ്. നമുക്കറിയാം കളർലെസ് ആണ് അമോണിയ. അമോണിയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണത്, കളർലെസ്. നെക്സ്റ്റ് ഓർഡർ. ഓർഡർ നമ്മൾ നേരത്തെ പഠിച്ച് പഞ്ചന്റ് സ്മെല്ലാണ്. നെക്സ്റ്റ് വൺ, the change in color of the moist red litmus paper when shown to the mouth of the test tube. എന്ത് ചേഞ്ച് ഉണ്ടാകും? ചേഞ്ചസ് ടു ബ്ലൂ. നെക്സ്റ്റ് വൺ, നേച്ചർ ഓഫ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ്. എന്ത് നേച്ചർ ആണ്? അതിന്റെ ബേസിക് നേച്ചർ ആണ്. അതുകൊണ്ടല്ലേ ബ്ലൂ ആയിട്ട് കൺവേർട്ട് ചെയ്തത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തത്. What did you observe when the glass rod dipped in concentrated hydrochloric acid was shown in the mouth of the test tube? Densely white fumes അല്ലെങ്കിൽ dense white fumes are produced. Dense white fumes are produced. Next one, write the chemical equation. അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അമോണിയം ക്ലോറൈഡ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യണത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വേറൊരു എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ നമ്മ ഒരു ഗ്ലാസ് ട്യൂബാണ് എടുത്തേക്കണം. ഇവിടെ കോട്ടൺ ഡിപ്ഡ് ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡും അപ്പുറത്തെ സൈഡിൽ കോട്ടൺ ഡിപ്ഡ് ഇൻ അമോണിയ സൊല്യൂഷനും. രണ്ട് അറ്റം ക്ലോസ് ചെയ്ത് വെച്ചേക്കണേ കോർക്ക് യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും അമോണിയയും കൂടി റിയാക്ട് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? NH4Cl. തിക് വൈറ്റ് ഫ്യൂംസ് ഓഫ് NH4Cl എന്ത് ചെയ്യും? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്യാ? ഒന്ന് ഹീറ്റ് ചെയ്യണം. ഈ സ്ഥലത്താണ് നമ്മൾ ഹീറ്റ് ചെയ്യണമെങ്കിൽ ഈ വൈറ്റ് ഫ്യൂംസ് എന്ത് ചെയ്യും? ഡിസപ്പിയർ ആകും അവിടെ നിന്ന്. അതായത് ഇത് പിന്നെയും എന്ത് ചെയ്യും? NH4Cl എന്നുള്ളത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോ അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ടും പിന്നെയും എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. ഓക്കെ.
ആ ഗ്ലാസ് ട്യൂബ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അമോണിയം ക്ലോറൈഡ് എന്തായിട്ട് ഡീകമ്പോസ് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡും അമോണിയമായിട്ട് അത് ഡീകമ്പോസ് ചെയ്യും. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ ഫോർമേഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡിന്റെ ഫോർമേഷന്റെ കെമിക്കൽ ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യും. വാട്ട് ആർ ദ റിയാക്ടൻസ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷനിലെ റിയാക്ടൻസ് ഏതാണ്? നമുക്കറിയാം, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതാണ് റിയാക്ടൻസ്. ഫസ്റ്റ് വൺ അമോണിയ, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് രണ്ടുമാണ് അവിടുത്തെ റിയാക്ടൻസ്. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റ് എന്താണ്? അമോണിയം ക്ലോറൈഡ്. A reaction in which reactants are converted into products is called a forward reaction. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഫോർവേഡ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയ റിയാക്ഷൻ ഇസ് എ ഫോർവേഡ് റിയാക്ഷൻ. നെക്സ്റ്റ് വൺ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് എന്തായിട്ട് ഡീകമ്പോസ് ചെയ്യും? അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. A reaction in which products are converted to reactant is called a backward reaction. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ഫോം ചെയ്യണതാണ് ഫോർവേഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് റിയാക്ടൻസ് തരുന്നതാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് എന്ത്? റിയാക്ടൻസ്. പ്രൊഡക്റ്റ് അമോണിയം ക്ലോറൈഡ് ആണ്. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അമോണിയം ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി അമോണിയം ക്ലോറൈഡ് ഫോം ചെയ്യണതാണ് ഫോർവേഡ് റിയാക്ഷൻ. ഇത് അടുത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ ഈ പ്രൊഡക്റ്റ് ഡീകമ്പോസ് ചെയ്ത് പ്രൊഡക്ട്സ് കിട്ടണത്, റിയാക്ടൻസ് കിട്ടണത്, അതാണ് എന്ത്? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെറ്റ് us write these chemical equations together. അപ്പൊ ഒരുമിച്ച് നമ്മൾ എഴുതണേ ആ രണ്ട് ഇക്വേഷൻസ്. അതായത് അമോണിയ പ്ലസ് HCl ഗിവ്സ് അമോണിയം ക്ലോറൈഡ്, പിന്നെ അമോണിയം ക്ലോറൈഡ് ഗിവ്സ് അമോണിയ പ്ലസ് HCl. ഈ രണ്ട് ഇക്വേഷനും കമ്പൈൻ ചെയ്ത് നമ്മൾ എഴുതണതാണ് ഈ ഒരു ആരോ മാർക്ക് യൂസ് ചെയ്തിട്ട്. ഈ ആരോ മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ രണ്ട് സൈഡിലേക്കും പ്രൊസീഡ് ചെയ്യും. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് കിട്ടും, പിന്നെ എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് ഡീകമ്പോസ് ചെയ്ത് റിയാക്ടൻസും കിട്ടും. അപ്പൊ രണ്ട് സൈഡിലേക്കും ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും എന്നുള്ള ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണതാണ് ഈ ആരോ മാർക്ക്. ഈ ആരോ മാർക്കിനെ പറയുന്നതാണ് റിവേഴ്സിബിൾ ആരോ മാർക്ക്. ഓക്കെ ഓക്കെ, നമുക്ക് കുറച്ച് റിവേഴ്സിബിൾ റിയാക്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, അമോണിയന്റെ ഫോർമേഷൻ. ഇതില്ല ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? നൈട്രജനും ഹൈഡ്രജനും കൂടി റിയാക്ട് ചെയ്തിട്ട് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണത്. ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ യൂസ് ചെയ്യേണ്ട ആരോ മാർക്ക് സാധാ നമ്മ യൂസ് ചെയ്യണ ആരോ മാർക്കാണ്. ഒരിക്കലും ഇങ്ങനെ പകുതി വെച്ച് എഴുതാൻ പാടില്ല. ഓക്കെ, റിവേഴ്സിബിൾ ആയിട്ട് എഴുതുമ്പോൾ മാത്രമാണ് നമ്മ അങ്ങനെ രണ്ടും കൂടി യൂസ് ചെയ്യണത്, അതായത് റിവേഴ്സിബിൾ ആരോ മാർക്ക് യൂസ് ചെയ്യണത്. ഇവിടെ സാധാ നമ്മ ഇക്വേഷൻ എഴുതണ ആരോ മാർക്ക് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? അമോണിയ ഡീകമ്പോസ് ചെയ്തിട്ട് നൈട്രജനും ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യണത്. ഫോർവേഡ് റിയാക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടും, അതായത് റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്ട്സ് ഫോം ചെയ്യണതും. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്? പ്രൊഡക്ട്സ് ഡീകമ്പോസ് ചെയ്ത് റിയാക്ടൻസ് ആകുന്നതും. അപ്പൊ അടുത്തതാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? 2SO2 പ്ലസ് O2 ഗിവ്സ് 2SO3. ഇതാണ് ഇവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യണത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അതായത് 2SO3 ഗിവ്സ് 2SO2 പ്ലസ് O2. ഇതായിരിക്കും ഇവിടുത്തെ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, ഇനി എക്സാമിൻ ദ കെമിക്കൽ റിയാക്ഷൻസ് ഗിവൺ ബിലോ. ഇവിടെ നമ്മൾ നോക്കണമെങ്കിൽ ഇതിനെല്ലാം സിംഗിൾ ആരോ മാർക്കാണ് യൂസ് ചെയ്തേക്കുന്നത്, അതായത് നോർമൽ ആരോ മാർക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതെന്ന് വെച്ചാൽ എന്താണ്? ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റൂല, തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. അതായത് ഈ ഒരു സൈഡിലേക്ക് മാത്രമേ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുള്ളൂ. ബാക്ക്വേർഡ് ഡയറക്ഷനിൽ എന്ത് ചെയ്യില്ല? റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യില്ല.
ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പ്രൊസീഡ് ചെയ്യണ റിയാക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യണ ആരോ മാർക്കാണ് റിവേഴ്സിബിൾ ആരോ മാർക്ക്. ഇതൊന്നും എന്ത് ചെയ്യില്ല, ബാക്ക്വേർഡ് റിയാക്ഷൻസിൽ പ്രൊസീഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ റിയാക്ഷൻസ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പ്രൊസീഡ് ചെയ്യാത്തതിനെയാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. Reactants react to give products. However, at the same condition, the products do not change into reactants. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഡയറക്ഷനിലേക്കും പ്രൊസീഡ് ചെയ്യില്ല. റിയാക്ടൻസ് എന്ത് ചെയ്യും, പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ പ്രൊഡക്ട്സ് എന്ത് ചെയ്യില്ല, റിയാക്ടൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല. അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഓക്കെ.